റഹീസ്, എന്താണ് കണ്ണൂരിലെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് തലേന്ന് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം? ബൂത്തുകളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ടോ? ഇതിനോടകം വൈകുന്നേരം ആകുമ്പോഴേക്കും ബൂത്തുകളൊക്കെ ഒരുക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായി, ബൂത്തുകളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണോ? എന്താണ് ഈ അവസാന മണിക്കൂറിൽ സ്ഥാനാർത്ഥികളുടെയും മുന്നണി നേതാക്കളുടെയും ഒക്കെ മനസ്സിലിരിപ്പ്? വിജയകുമാർ, ഇന്ന് രാവിലെ തന്നെ പോളിംഗ് സാമഗ്രികളൊക്കെയും ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തി കൃത്യമായി അവർ വാങ്ങി ഓരോ ബൂത്തുകളിലേക്ക് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ടെമ്പിൾ ഡിവിഷനിലെ ഒരു ബൂത്തിലാണ്. ഈ കണ്ണൂർ കോർപ്പറേഷനിലെ ടെമ്പിൾ ഡിവിഷൻ, അവിടുത്തെ 1-ാം ബൂത്തിലും 2-ാം ബൂത്തിലുമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് തളാപ്പ് മിക്സഡ് UP സ്കൂളിലെ ഒരു ബൂത്താണ്. പോളിംഗ് ബൂത്ത് നമ്പർ 1 തന്നെയാണ്. പ്രധാനമായും 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഇടം. BJPക്കായി അല്ലെങ്കിൽ NDAക്കായി അഡ്വക്കേറ്റ് അർച്ചന വണ്ടിച്ചാൽ, ഒപ്പം തന്നെ കോൺഗ്രസിനായി UDFനായി ഷമ്മി NP, ഒപ്പം LDFന് വേണ്ടി T സുഷമ സുനിൽ. ഒരു വലിയ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. BJP ഏറ്റവും അധികം വിജയപ്രതീക്ഷ വയ്ക്കുന്ന ഒരു ബൂത്താണ്. ഈ ബൂത്തിൽ ഏതാണ്ട് സജ്ജീകരണങ്ങളൊക്കെ തന്നെയും പൂർത്തിയാക്കി കഴിഞ്ഞു. ഉച്ചയോടുകൂടി തന്നെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു. അവർ വേണ്ട തയ്യാറെടുപ്പുകൾ മുഴുവനും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. വേണ്ട ഒരുക്കങ്ങളൊക്കെയും നടത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. അവർ നാളത്തേക്കുള്ളൊരു തയ്യാറെടുപ്പിലാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇവിടെ പ്രധാന പോളിംഗ് ഉദ്യോഗസ്ഥ നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ്, പ്രിസൈഡിംഗ് ഓഫീസർ. എന്തായി, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി? ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. നമ്മുടെ പിങ്ക് ബൂത്താണ്, അപ്പം എല്ലാവരും ലേഡീസാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതുണ്ട്. എന്നാലും നമ്മളെ കഴിവിൻ്റെ പരമാവധി എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അവർ ചെയ്തു തന്നിട്ടുണ്ട്. ചെറിയൊരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിപ്പോൾ സോൾവ് ചെയ്തു. എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാം ഓൾറെഡി സെറ്റാണ്. അപ്പോൾ എന്തായാലും ഈ ബൂത്തിലെ ഒരുക്കങ്ങൾ മുഴുവനായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു പിങ്ക് ബൂത്ത് കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ വനിതാ ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉള്ളത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം തന്നെ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങളൊക്കെയും വളരെ ശാന്തഗതിയിൽ പോകുന്നൊരു ബൂത്താണിത്. പക്ഷേ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ 1025 പ്രശ്നബാധിത ബൂത്തുകളാണ് കണ്ണൂരിലാകെ ഉള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ വെബ്കാസ്റ്റിംഗ് സൗകര്യം അത്രയധികം വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രധാന ചില പഞ്ചായത്തുകളിലൊക്കെ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ചില സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർക്കും ഒക്കെ ഒരു സുരക്ഷ നൽകാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും പോലീസ് സജ്ജമാണ്. ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ നേരിടാൻ സജ്ജമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രശ്നം കൂടുതൽ ഒഴിവാക്കാൻ, വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ഈ ഏതെങ്കിലും വോട്ടുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒഴിവാക്കാനൊക്കെ ഇതായിട്ടുണ്ട്. എന്തായാലും മുന്നണികളെ സംബന്ധിച്ച് അവരൊക്കെയും വലിയ വിജയപ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് UDF കോർപ്പറേഷൻ നിലനിർത്താൻ പറ്റുമെന്ന് പറയുന്നു. LDF പറയുന്നതായിട്ട് ജനങ്ങൾ കോർപ്പറേഷൻ തങ്ങൾക്ക് തന്നു കഴിഞ്ഞു എന്ന് പറയുന്നു. NDA വീറും വാശിയുമുള്ള ഒരു പോരാട്ടം നിങ്ങൾക്ക് കാണാം. ആർക്കും ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയില്ല എന്നാണ് അവസാനവട്ടം ഈ NDA ക്യാമ്പും പറയുന്നത്. അങ്ങനെ ഇവിടെയൊക്കെയും ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് വിജയകുമാർ. യെസ്, കേരളം ആകെ ശ്രദ്ധിക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടം, ഒരു കടുകട്ടി രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന കോർപ്പറേഷൻ കൂടിയാണ് കണ്ണൂരിൽ. എന്തായിരിക്കും കണ്ണൂരിലെ ജനവിധി എന്നറിയാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. രാവിലെ 7 മണി മുതൽ പോളിംഗ് തുടങ്ങുകയാണ്. പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള തിരക്കിട്ട ശ്രമങ്ങളാണ് ഈ നിശബ്ദ പ്രചാരണ ദിവസം മുന്നണികൾ നടക്കുന്നത്. അവരുടെ ഫലം, അവരുടെ കടുത്ത ഈ പറയുന്ന പരിശ്രമം ഫലം കാണുമോ എന്ന് നമുക്ക് നാളെ അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.